സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ആകെ 10 മരണം, 8 പേരെ കാണാനില്ല, 13 പേർ പരിക്കേറ്റ് ചികിത്സയിലാണ്. 27 വീടുകൾ പൂർണ്ണമായും 196 വീടുകൾ ഭാഗികമായും തകർന്നു. 209 ദുരിതാശ്വാസ ക്യാമ്പുകളായി 5792 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലാണ് കൂടുതൽ ക്യാമ്പുകൾ. ഇന്നലെ അപേക്ഷിച്ച് മഴ കുറഞ്ഞത് ആശ്വാസകരമാണ്. 2 ജില്ലകളിൽ ഇതുവരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയിലും കണ്ണൂരിലുമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റു വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. നന്ദന വിവരങ്ങളുമായി ചേരും. നന്ദന, ഇന്നലെ നമ്മൾ കണ്ട അതിശക്തമായ മഴയുണ്ട്. അത് ഇന്നിപ്പോൾ മഴ പെയ്തിട്ടില്ല എങ്കിൽ പോലും മിക്ക ജില്ലകളിലും പെയ്ത മഴയുടെ കെടുതി, ദുരിതം ജനം അനുഭവിക്കുന്നുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? രഞ്ജിത്ത്, സംസ്ഥാനത്ത് ഇന്നലത്തെ അപേക്ഷിച്ച് മഴ കുറഞ്ഞത് വളരെ ആശ്വാസകരം തന്നെയാണ്. എന്നാലും മഴക്കെടുതികളിൽ കുറവൊന്നുമില്ലാത്തൊരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. ഓരോ ജില്ലകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ തെക്കൻ ജില്ലകളിൽ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. എന്നാലും പലയിടങ്ങളിലും മഴ വിട്ടുവിട്ട് പെയ്യുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. എറണാകുളം ജില്ലയിൽ കിഴക്കൻ മേഖലകളിലും മഴയ്ക്ക് ശമനമുണ്ട്. ജില്ലകളിൽ 6 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 160 പേരെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മൂവാറ്റുപുഴയാറും തൊടുപുഴയാറും കാളിയാറും പൂയംകുട്ടിപ്പുഴയുമൊക്കെ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. പെരിയാറിലെ ജലനിരപ്പ് 3 അടിയോളം ഉയർന്നു. ആലുവ, മണപ്പുറവും ശിവക്ഷേത്രവും വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. ചെല്ലാനം, കണ്ണമാലി തീരപ്രദേശത്ത് വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യവും ഉണ്ടായി. ആലപ്പുഴ ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിൽ കനത്ത മഴയെ തുടർന്ന് പമ്പ, അച്ചൻകോവിൽ, മണിമലയാറുകളിൽ ജലനിരപ്പ് ഉയർന്നതോടെ അപ്പർ കുട്ടനാടും തീരദേശ മേഖലകളും കടുത്ത വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. അമ്പലപ്പുഴയിൽ 6 വീടുകൾ ഭാഗികമായി തകർന്ന ഒരു സാഹചര്യമുണ്ടായി. ഇടുക്കി ജില്ലയിൽ ശക്തി കുറഞ്ഞ മഴ തുടർച്ചയായി പെയ്യുന്നു. പെരിയാർ, ചിന്നാർ, മുതിരപ്പുഴയാർ തുടങ്ങിയ നദികളിൽ നീരൊഴുക്ക് ശക്തിപ്പെട്ടിട്ടുണ്ട്. വൈദ്യുതി തടസ്സം ഭാഗികമായുണ്ട്. അത് ഇതുവരെയും പുനഃസ്ഥാപിക്കാനായിട്ടില്ല. ജില്ലയിൽ ആകെ 8 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 28 കുട്ടികൾ ഉൾപ്പെടെ ആകെ 132 പേർ ഇടുക്കി ജില്ലയിൽ പല ദുരിതാശ്വാസ ക്യാമ്പുകളിലായിട്ട് ഇപ്പോൾ ഉണ്ട്. വയനാട് ജില്ലയിൽ അതിതീവ്ര ജാഗ്രതാ നിർദ്ദേശമാണുള്ളത്. അതിതീവ്ര മഴയെ തുടർന്ന് മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടം കർശന മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്. താമരശ്ശേരി ചുരം ഉൾപ്പെടെയുള്ള പ്രധാന ചുരങ്ങളിലും മലയോര പാതകളിലും രാത്രികാല യാത്രാ നിരോധനവും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പൂർണ്ണ വിലക്കും ഏർപ്പെടുത്തിയിരിക്കുന്നുണ്ട്. കനത്ത മഴയ്ക്ക് അയവ് വന്നിട്ടുണ്ടെങ്കിലും കോട്ടയം ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. പാല ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്ന് വെള്ളം ഒഴിഞ്ഞു പോകാൻ തുടങ്ങിയെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിൽ ദുരിതം തുടരുക തന്നെയാണ്. അതേസമയം പെട്ടെന്നുണ്ടായ ഉരുൾപൊട്ടലുകളിൽ വലിയ നാശനഷ്ടമാണ് കിഴക്കൻ മേഖലകളിൽ ഉണ്ടായിരിക്കുന്നത്. മണിമലയാറ്റിലും മീനച്ചിലാറ്റിലും ജാഗ്രതാ നിർദ്ദേശവും തുടരുകയാണ്. പാലക്കാടിൻ്റെ കാര്യമെടുത്താൽ പാലക്കാട് ജില്ലയിൽ മഴ കുറഞ്ഞിട്ടുണ്ട്. അട്ടപ്പാടിയിൽ വനംവകുപ്പ് റേഞ്ച് ഓഫീസിലെ കൂറ്റൻ മരം കടപുഴകി വീണു. വനംവകുപ്പിൻ്റെ ജീപ്പ് ഷെഡും ജീപ്പും തകർന്ന ഒരു സാഹചര്യമുണ്ടായി. ആർക്കും പരിക്കൊന്നും ഏറ്റിട്ടില്ല. എങ്കിലും ഒറ്റപ്പാലം, മീറ്റന്ന, തടയണ, മാടന്നൂർ, ഉരുക്ക് തടയണ, ഷൊർണൂർ തടയണ എന്നിവിടങ്ങളിൽ ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒറ്റപ്പാലത്ത് ഒരുപാട് വീടുകളിൽ വെള്ളം കയറിയ ഒരു സാഹചര്യവും നിലവിലുണ്ട്. വെള്ളം കയറിയ സ്ഥലങ്ങളിലെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പലയിടത്തും പരാതി ഉയർന്നു വന്നിട്ടുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകരും സന്നദ്ധ സംഘടനകളും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണമെന്ന് സർക്കാർ അഭ്യർത്ഥിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ചുരുക്കത്തിൽ സംസ്ഥാനത്തെ കാര്യമെടുത്താൽ ഇപ്പോൾ മഴ കുറഞ്ഞിരിക്കുന്നതിനാൽ അല്പം ആശ്വാസകരമായ ഒരു സാഹചര്യമാണ് ഉള്ളതെന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ മഴ ഇനിയും കടുക്കുകയാണെങ്കിൽ മഴക്കെടുതികളുടെ കാര്യങ്ങളിൽ ഇനിയും രൂക്ഷമാകുമോ എന്നുള്ളൊരു പേടിയും നിലവിലുണ്ട്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. കണ്ണൂരിലും പത്തനംതിട്ടയിലും, നന്ദന, കണ്ണൂരിലും പത്തനംതിട്ടയിലുമാണ് ഇപ്പോൾ കാര്യമായ നാളത്തെ മുന്നറിയിപ്പ് പ്രകാരം അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് സ്കൂളുകൾക്ക് എന്നാണ് മനസ്സിലാക്കേണ്ടത്. 2 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ്. ഈ മേഖലകളിൽ നേരത്തെ പറഞ്ഞ പോലെ ദുരിതം ഇപ്പോഴും തുടരുന്നുണ്ട്. മഴയുടെ ഒരു പ്രവചനം എങ്ങനെയാണ്? നാളെയും മഴ തുടരും എന്നാണോ? കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും മഴ തുടരുന്നൊരു കണ്ണൂർ, പത്തനംതിട്ട ജില്ലകളിൽ നാളെയും മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെ ഇവിടെ അതിതീവ്ര മഴയ്ക്കുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും സർക്കാർ നൽകിയിട്ടുണ്ട്. മലയോര മേഖലയിലുള്ളവർ, ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്ന മേഖലയിലുള്ളവരൊക്കെ വളരെയധികം ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നാളെ എന്തായാലും ഈ 2 ജില്ലകളിലും അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. രഞ്ജിത്ത്, തീർച്ചയായും നന്ദനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സംസ്ഥാനത്ത് മഴ തുടരും. മഴ
വരുത്തിവെച്ച ദുരിതങ്ങൾ പല ജില്ലകളിലും തുടരുകയാണ്. പല മേഖലകളിലും ഇപ്പോൾ വലിയ വെള്ളക്കെട്ടുണ്ട്. ആറന്മുളയിലൊക്കെ വലിയ വ്യാപാരികളൊക്കെ വലിയ നാശനഷ്ടം നേരിട്ടൊരു പശ്ചാത്തലമൊക്കെയുണ്ട്. അപ്രതീക്ഷിതമായി പെയ്ത മഴയുടെ കെടുതികൾ സംസ്ഥാനം ഇപ്പോഴും അനുഭവിച്ചു വരികയാണ്. നന്ദനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മലപ്പുറം മക്കരപ്പറമ്പിൽ കാർ വെള്ളത്തിലേക്ക് മറിഞ്ഞു. മക്കരപ്പറമ്പ് കുറുവാപ്പാടത്ത് വെച്ചാണ് കാർ ഒഴുക്കിൽപ്പെട്ടത്. വാഹനം ഓടിച്ച ചാപ്പനങ്ങാടി സ്വദേശി കാറിൽ നിന്ന് ചാടി രക്ഷപ്പെടുകയായിരുന്നു. തെങ്ങിൻ പട്ട വീണ് തകരാറിലായ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ തോട് നീന്തിക്കടന്ന് KSEB ജീവനക്കാരൻ. കനത്ത മഴയിൽ അങ്ങാടിപ്പുറം സെക്ഷൻ പരിധിയിൽ വരുന്ന ചാത്തോലിക്കുണ്ട് ഭാഗത്തേക്കുള്ള വൈദ്യുതി ലൈനിലാണ് തെങ്ങിൻ പട്ട വീണത്. KSEB ജീവനക്കാരനായ റഫീഖ് നിറഞ്ഞൊഴുകുന്ന തോട് നീന്തിക്കയറി വൈദ്യുതി കമ്പിയിലെ തെങ്ങിൻ പട്ട മാറ്റുകയായിരുന്നു. ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. അതിസാഹസികമായി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ജീവനക്കാരനെ കുറിച്ച്. കോഴിക്കോട്ട് കുറ്റിക്കാട്ടൂർ കണിയാത്തുപാലത്ത് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ തോട്ടിലേക്ക് മറിഞ്ഞു. പാലത്തിനോട് ചേർന്ന് മരക്കൊമ്പിൽ പിടിച്ച് ഡ്രൈവർ ജോഷി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. നാട്ടുകാരുടെ സഹായത്തോടെ ഓട്ടോറിക്ഷ പുറത്തെടുത്തു. പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയിരുന്നു ഓട്ടോറിക്ഷ. അതിനുശേഷമാണ് ഓട്ടോറിക്ഷ പുറത്തെടുക്കാൻ ആയത്. കാസർഗോഡ് വിനോദസഞ്ചാര മേഖലകളിലേക്കുള്ള നിയന്ത്രണങ്ങൾ തെറ്റിച്ച് യുവാക്കൾ. കൊന്തക്കോട് അച്ചൻകല്ല് വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിയ യുവാക്കളെ റവന്യൂ അധികൃതർ മടക്കി അയച്ചു. 12 മണിയോടെയാണ് ഒരു സംഘം യുവാക്കൾ വെള്ളച്ചാട്ട പരിസരത്തേക്ക് എത്തിയത്. സംസ്ഥാന അതിർത്തിയോട് ചേർന്നൊഴുകുന്ന കോടയൂർ നദിയിൽ വീണ്ടും മുതലയുടെ സാന്നിധ്യം. മുതലയെ പിടികൂടാൻ തമിഴ്നാട് വനംവകുപ്പ് മുൻപ് നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടിരുന്നു. വേനൽക്കാലത്ത് ഉൾപ്പെടെ നിരവധി ആൾക്കാർ ആശ്രയിക്കുന്ന നദിയാണിത്. അടിയന്തരമായി മുതലയെ പിടികൂടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം.